വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് കരുതുന്നത്. എനിവേ നമുക്ക് എന്താ ആ ഒരു കണ്ടന്റിലോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിൽ പലരും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും എന്ത് ചെയ്യുക, സെൻട്രൽ ഗവൺമെന്റായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ടല്ലോ, സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ള PSUs. അപ്പൊ അതിലേക്ക് എന്ത് ഇഷ്ടംപോലെ നിയമനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ എന്ത് ഇതേപോലെ നിയമനങ്ങളൊന്നും നടക്കുന്നില്ലേ? അതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അങ്ങനെ പല കാര്യങ്ങളും പല ഉദ്യോഗാർത്ഥികളുടെ ഇടയിലും എന്ത് സംശയങ്ങളും അതിനെപ്പറ്റി കുറച്ച് പേർക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവും, കുറെ പേർക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക് കണ്ടന്റ് എന്ന് വെച്ചാൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം എങ്ങനെയാണ് എന്നും, അതേപോലെ എന്താണ് KPSRB എന്നും, അതേപോലെ ഏതൊക്കെയാണ് ഇനിയിപ്പം ആ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് വിളിക്കാനുള്ള ഇലക്ട്രിക്കലിലുള്ള അപ്പോയിന്റ്മെന്റ്സ്, ഇലക്ട്രിക്കൽ വരാൻ സാധ്യതയുള്ള റിക്രൂട്ട്മെന്റ് അല്ലെ ഇലക്ട്രിക്കലിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ എന്ത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. എനിവേ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടന്റിലോട്ട് നമുക്ക് പോവാം. അപ്പൊ അതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഒരു 2 വർഷം മുന്നിലോ പിന്നെ പിറകോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ അതില് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കേരളത്തില് വ്യവസായ വകുപ്പിന്റെ അണ്ടറിൽ ഏകദേശം 15 തൊട്ട് 20 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് വ്യവസായ വകുപ്പിന്റെ അണ്ടറിൽ. അതിൽ തന്നെ എന്ത് ചെയ്യാം, ഇഷ്ടംപോലെ കുറെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, നഷ്ടത്തിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്ത് ചെയ്യാം, കുറെ സ്ഥാപനങ്ങളൊക്കെ ലാഭത്തിലുണ്ട്. നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടാവും, സ്റ്റീൽ ഇന്ത്യ ഫോർജിംഗ് ലിമിറ്റഡ്, SIFL എന്നാണ് ഫുൾ ഫോം. അപ്പൊ അത് നമ്മുടെ തൃശ്ശൂരുള്ള ഒരു സ്ഥാപനമാണ്. തൃശ്ശൂരാണ്, അതെ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പം അതിന്റെ കേസിൽ നമുക്കറിയാം, സ്റ്റീൽ SIFL അത്യാവശ്യം ലാഭത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ ട്രെയിനിന്റെ ബോഡീസ് ഒക്കെ നിർമ്മിക്കുമ്പോൾ പല കാര്യങ്ങളും SIFL നിന്ന് നിർമ്മിച്ചിട്ടാണ് അത് കൊടുക്കുന്നത് റെയിൽവേക്ക്. അപ്പൊ അങ്ങനെ പല പല സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ SIFL 2020 കാലഘട്ടങ്ങളിൽ വിളിച്ച ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. മുന്നേ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും സ്ഥാപനങ്ങൾ എന്താ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇറക്കാറ്. ഇപ്പൊ SIFL, KMML, അതേപോലെ സിമെന്റ്സ്, അതെ, സിമെന്റ്സ്, ട്രാവൻകൂർ സിമെന്റ്സ്, അങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട്. പല സ്ഥാപനങ്ങൾ റിക്രൂട്ട്മെന്റ് വരുമ്പോഴെന്താ അവര് ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് വിളിക്കുന്നുണ്ടാവും. അതേപോലെ ഈ ഒരു സ്ഥാപനങ്ങൾക്കും എന്ത് നമ്മൾ IASലുള്ള അത്യാവശ്യം ഗവൺമെന്റ് വേണ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്ത് അത്യാവശ്യം നല്ല നല്ല പോസ്റ്റ്, നല്ല നല്ല പോസ്റ്റിലൊക്കെ ഉണ്ടാവും. അത്യാവശ്യം വേണ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യാ, ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഡയറക്ടർ ബോർഡൊക്കെ, അങ്ങനെ ബോർഡിലൊക്കെ ആയിരിക്കും അവരെന്ത് ഒതുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു സമ്പ്രദായമാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അതിലേക്കൊന്നും അധികം പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു IAS ഉദ്യോഗസ്ഥ ഇതിലുണ്ടാവും. അത് കൂടാണ്ട് എന്ത് ചെയ്യും, നമ്മളെ പല പല രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ഈ ഒരു ബോർഡിലേക്ക് അവർ ഇൻക്ലൂഡ് ചെയ്യും. SIFLന്റെ കാര്യത്തിൽ പറയുമ്പോൾ മുന്നേ ഉണ്ടായ ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ട് ഇപ്പൊ രാജിവെച്ചില്ലേ, ആന്റണി രാജു, പുള്ളിക്കാരനായിരുന്നു ആ ഒരു കാലം 2025 ആ ഒരു കാലത്ത് ആ മാനേജിംഗ് ബോർഡിലായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, മെറ്റലർജി ഓഫീസർ, സിനിമേജ്, ഇത്രയും വേക്കൻസി, ഇത്രയും പോസ്റ്റിലേക്കുള്ള ഒഴിവുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതില് മെക്കാനിക്കലിന്റെ എക്സാം നടത്തിയിട്ട് എന്താ അവർ കൃത്യമായിട്ട് അതിന്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. പക്ഷെ ഇലക്ട്രിക്കലിന്റെ എക്സാം അവർ ഇനിയും കണ്ടക്ട് ചെയ്തിട്ടില്ല. ഇലക്ട്രിക്കൽ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. ആ ഒരു സമയത്താണ് 1 എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ എന്താ വേക്കൻസീസ് അവിടെ ഉണ്ട്. പിന്നെ ഒരു കാര്യമാണ് KMML റിക്രൂട്ട്മെന്റ്, കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ്. അതെന്താ, നമ്മളെ ചവറ, കൊല്ലത്തുള്ള ഒരു സ്ഥാപനമാണത്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിലും ഇതേപോലെ എന്താ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജൂനിയർ ടെക്നീഷ്യൻ, മൈൻസ് ഫോർമാൻ, സേഫ്റ്റി ഓഫീസർ, പേഴ്സണൽ ഓഫീസർ എന്നുള്ള രീതിയിലൊക്കെ അതിലെന്താ ഒരു 49 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആൾക്കാരുണ്ട്. അതും എന്താ ഈ ഒരു KMML തന്നെയാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുക. പക്ഷെ അതിലും എന്താ നോട്ടിഫിക്കേഷൻ ഇറങ്ങി, അതേപോലെ ഫീ വാങ്ങിച്ചു, അതിന് ശേഷം എന്താ അവര് കൃത്യമായിട്ട് അതിന്റെ പ്രൊസീഡിങ്സ് ഒന്നും പോയില്ലാന്നാണ് എന്റെ ഒരു അറിവ്. അപ്പോ ആ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ ശേഷം എന്താ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ എന്താ KMMLന്റെ കേസിൽ അവിടെ എക്സാംസ് പെൻഡിങ് ആയിട്ട്. ഈ ഒരു പെൻഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സമയത്ത് ഇതിനെ പറ്റിയിട്ട് എന്താ ഇത്രയും കേരളത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ്, സെപ്പറേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിന്റെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു സമയത്ത് എന്താ ഇത്രയും നോട്ടിഫിക്കേഷൻ ഇറങ്ങും, അതേപോലെ അതിന്റെ ഭാഗമായിട്ട് പല ഡിഫറെന്റ് സ്ഥാപനങ്ങൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതും അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുശേഷം എന്ത് ചെയ്തു, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട്
ഒറ്റ ഒരു റിക്രൂട്ട്മെന്റ് കേരള പി എസ് സിക്ക് വിടുന്നില്ല. ഇതൊന്നും എന്താ കേരള പി എസ് സിക്ക് വിടുന്നില്ല. അതിന് പകരം കേരള പി എസ് സിക്ക് വിടാതെ നമ്മൾ നേരത്തെ പോലെ കേരള കെ പി എസ് ആർ ബി അതിന്റെ ഫോമിലേക്ക് നമുക്ക് പോവാം. അതിന്റെ അണ്ടറിൽ എന്താ അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ബോർഡ് രൂപീകരിച്ചു. കേരള പി എസ് സി അല്ല, കേരള പി എസ് സിക്ക് പകരം കേരള പി എസ് സിന് അതേപോലെ ഒരു ഈ വ്യവസായ വകുപ്പിന്റെ അണ്ടറിലുള്ള 20 പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്താ അവര് ഫോം ചെയ്തു. അതെന്താ 6 മാസമായി. പക്ഷെ 6 മാസമായിട്ടും എന്താ അതില് ഇത്രയും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രക്കും എന്താ വേക്കൻസീസ് ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. പക്ഷെ ഇതുവരെ എന്താ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് എന്താ ഇന്നത്തെ വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് KPESRB. നിലവിൽ വന്ന് 6 മാസം കഴിഞ്ഞിട്ട് പ്രധാന വിജ്ഞാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 6 മാസമായി ഇത് നിലവിൽ വന്നിട്ട്, പക്ഷെ പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് ഒന്നും നടന്നിട്ടില്ല. ഈ ഡിസംബറിൽ വിജ്ഞാപനം വരുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ വിജ്ഞാപനം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് എന്താ ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ സംസ്ഥാന വ്യവസായ വകുപ്പിന് അണ്ടറിലുള്ള 20 പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് നിയമനങ്ങളാണ് പി എസ് സിക്ക് വിടാണ്ട് ഈ KPESRB എന്ന് പറയുന്ന ബോർഡ് രൂപീകരിച്ചത്. അപ്പോ അങ്ങനെ എന്തുകൊണ്ടാണ് പുറപ്പെടുവിക്കാവുന്ന രീതിയിൽ വിവരാവകാശം നാറ്റി അപ്ലൈ ചെയ്തപ്പോ എന്താ ചില ചില കാരണങ്ങൾ, സാങ്കേതിക കാരണങ്ങൾ എന്താ അവർ പറഞ്ഞിട്ട് അത് റിക്രൂട്ട്മെന്റ് ഡിലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ബോർഡിന് കൈമാറിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാകട്ടെ സാങ്കേതിക തസ്തികകളിൽ ഉൾപ്പെടെ നിരവധി ഒഴിവുകളുണ്ട്. ഇതിലെന്ത് താൽക്കാലികക്കാരെ നിയോഗിച്ച് ജോലികൾ ചെയ്യിക്കാനാണ് അധികൃതർക്ക് താല്പര്യം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പി എസ് സിക്ക് തുല്യമായ നടപടിക്രമങ്ങളാണ് ഈ കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡിലും ഉള്ളത്. റിക്രൂട്ട്മെന്റ് ബോർഡിന് ഒറ്റത്തവണ നമ്മൾ കേരള പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ട്. അപ്പോ പക്ഷെ ഇതിന്റെ പ്രയോജനം എന്താ ഇനിയും സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾക്ക് എന്താ ലഭ്യമായി തുടങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിൽ ഏതൊക്കെ ബോർഡുകൾ ഏതൊക്കെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നോക്കിയാൽ KML നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് ചവറ, മലബാർ സിമെന്റ്സ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ട്രാവൻകൂർ സിമെന്റ്സ്, കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രൊഡക്ട്സ്, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി, സ്റ്റീൽ ഇന്ത്യ ഫോർജിംഗ് ലിമിറ്റഡ് അതാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ്, സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള, ഓട്ടോകാസ്റ്റ്, കേരള ഓട്ടോമൊബൈൽസ്, മെറ്റൽ ഇൻഡസ്ട്രീസ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ്, കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാൻഡ് ക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാൻഡെക്സ്, ട്രോക്കോ കേബിൾസ് കമ്പനി, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അപ്പം 20 പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ആണ് അവരവിടെ KPSRB എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം KPSRB എന്ന് പറഞ്ഞ റിക്രൂട്ട്മെന്റ് ബോർഡ് അവിടെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോ ഇനിയിപ്പോ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ഇനി വരുന്നത്, അതായത് ഇപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞ SIFL ഉള്ള റിക്രൂട്ട്മെന്റ് എന്ത് ചെയ്തു അവർ തൽക്കാലം അവിടെ മരവിപ്പിച്ചിട്ടുള്ളത്, അതിന്റെ പ്രോസസ് അവരവിടെ മരവിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ KMML കേസിൽ എന്താ ഇതേപോലെയുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്താ അവരവിടെ മരവിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒക്കെ എന്താ ഇലക്ട്രിക്കലിലുള്ള നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോ പറഞ്ഞ KPSRB വഴിയായിരിക്കും ഇനി തൊട്ട് വിളിക്കുന്നുണ്ടാവുക. അതായത് ജനുവരി 2024 ശേഷം ഇതിന്റെ എന്താ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. അതായത് സ്റ്റീൽ ഇന്ത്യ ഫോർജിംഗ് ലിമിറ്റഡും അതുപോലെ KMML-ഉം. അതുകൂടാണ്ട് ഈ ഇത്രയും 20 സ്ഥാപനങ്ങളിലും എന്താ ഇലക്ട്രിക്കൽ നോട്ടിഫിക്കേഷൻ ഇനിയിപ്പം വരുന്നുണ്ടാവും. എല്ലാ 20 സ്ഥാപനങ്ങളിലേക്കും അല്ല, അത്യാവശ്യ സ്ഥാപനങ്ങളിലേക്ക് എന്താ ഇലക്ട്രിക്കൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ഓക്കെ, അതിപ്പോ BTech ലെവൽ വരാം, ഡിപ്ലോമ ലെവൽ വരാം. ഓക്കെ, അങ്ങനെ പല സാധ്യതകളും ഉണ്ട്. അപ്പോ ഈ ഒരു റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പ്രവർത്തനം എന്താ 6 മാസമായി തുടങ്ങിയിട്ട്, പക്ഷെ ഇതുവരെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താ അങ്ങനെ കാര്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി തൊട്ട് എന്താ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. കേരള പി എസ് സി ഇനിയിപ്പം ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. ഇനിയിപ്പോ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പെട്ടെന്നൊന്നും വരാനില്ല. അത് കൂടാണ്ട് ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസർ ഉണ്ട്, അതിന്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇത്രയും സ്ഥാപനങ്ങളിലേക്കുള്ള എന്താ ഇലക്ട്രിക്കലില് ഓൾമോസ്റ്റ് എല്ലാ അധിക സ്ഥാപനങ്ങളും എന്താ ഇലക്ട്രിക്കൽ റിക്രൂട്ട്മെന്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പോ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.